ബിജുവേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ട വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഒരുപാട് കോൾസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളത് ചെയ്തായിരുന്നു. രാഹുൽ ഗാന്ധി വോട്ടർ ഐ ഡി പൊക്കി കാണിച്ച ആ ദിവസം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതിന് മുമ്പേ അടുത്ത ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വ്യാജമാണ്, ഇത് പൊളിഞ്ഞടുങ്ങി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ കാണണമെന്നുള്ളവർക്ക് എന്താണ് അതിലെ വസ്തുതകൾ എന്നറിയാനായിട്ട് പോയി കാണാവുന്നതാണ്. അതിപ്പോഴും അവിടെ തന്നെ അവൈലബിൾ ആണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അത് കുറച്ച് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ നമ്മുടെ ബ്രിക്സ്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ബ്രിക്സും ചൈനയും പിന്നെ ട്രംപിന്റെ കുറച്ച് കഞ്ഞന്തിരിവുകളും. ഈ ട്രംപ് ബ്രിക്സിനെ ദുർബലപ്പെടുത്താനാണ് ഈ പഠിച്ച പണി 18 നോക്കുന്നത്. പക്ഷെ ഈ നാൾക്ക് നാൾ കഴിയുമ്പോൾ ബ്രിക്സ് ശക്തിപ്പെട്ട് വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നാൾക്ക് നാൾ കഴിയുമ്പോൾ ബ്രിക്സ് ശക്തിപ്പെട്ട് വരികയാണ്. സംഭവം എന്ന് പറഞ്ഞാല് ഈ ട്രംപിന്റെ ഈ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെ ഒരുപാട് പേര് അവിടെ രംഗത്തെത്തുന്നുണ്ട്. അമേരിക്കയിലടക്കം അമേരിക്കയുടെ പ്രതിപക്ഷം തന്നെ രംഗത്തെത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ. ഇപ്പൊ മാർക്ക് റുബിയോ, പെന്റഗന്റെ വക്താവ്, അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാല് ഈ അസീം മുനീറിനെ ഇതിനകത്ത് കയറ്റിയപ്പോ ഇവൻ കോട്ടിട്ട ഒസാമ ബിൻ ലാദൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ ആഗ്രഹം എന്താണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ബ്രിക്സിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരിക, ബ്രിക്സിന് അനുകൂലമായിട്ട്. നമുക്കറിയാം, ട്രംപിന്റെ ഈ നയം വന്ന ശേഷം ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ്, സ്പെയിന് അടക്കമുള്ള രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോ ബ്രിക്സിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കയുടെ നമ്പർ 1 ശത്രുവായിട്ടുള്ള മെക്സിക്കോയാണ്. ഈ മെക്സിക്കോ പറയുന്നത് ഞങ്ങൾ ഫ്രീ ആൻഡ് സോവറിൻ ആണ്, അത് ഞങ്ങളുടെ പരമാധികാരമുള്ള ഒരു രാജ്യമാണല്ലോ ഞങ്ങൾ. അപ്പൊ പ്രസിഡന്റ് ഷെയ്ബാനും അവര് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ പ്രഷറിന് മുമ്പിലൊന്നും വഴങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ബ്രസീലുമായിട്ട് കച്ചവടം നടത്തണോ ബ്രിക്സിനെ അനുകൂലിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. വി ഹാവ് ദ റൈറ്റ് ടു എൻഗേജ് വിത്ത് എനി കൺട്രി ഇൻ ദ വേൾഡ് എന്നാണ് അവർ പറയുന്നത്. അത് ഞങ്ങൾക്ക് ഏത് രാജ്യങ്ങളുമായിട്ടും ലോകത്ത് എൻഗേജ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സഹകരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് പറയുന്നു. സോവർണിറ്റി ഈസ് നോട്ട് അപ്പ് ഫോർ നെഗോസിയേഷൻ, അനദർ ബ്ലണ്ട് മെസ്സേജ് ഫോർ ട്രംപ് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ സോവർണിറ്റി, ഞങ്ങളുടെ പരമാധികാരം ഞങ്ങൾ നെഗോസിയേഷന് വച്ചിട്ടില്ല, ആ നെഗോസിയേഷന് വെക്കുമ്പോൾ ഞങ്ങൾ അറിയിക്കാം എന്നാണ് മെക്സിക്കോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബ്രിക്സ് ശക്തിപ്പെടുകയാണ്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് കൂടുതൽ എന്താ പറയുക താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മറുവശത്ത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള, നമ്മുടെ ഇന്ത്യയിൽ വന്ന് പുളിശ്ശേരി അടിച്ചിട്ട് പോയ JD വാൻസ്, അയ്യോ ഒരു സമയത്ത് എന്തായിരുന്നു ട്രംപിന്റെ മറ്റേ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാര്യ ഇന്ത്യക്കാരി, അവർക്ക് ഇവിടെ റൂട്ടുകളുണ്ട്, മാങ്ങാ തൊലിയാണ്, തേങ്ങാ കൊലയാണ്, എന്തൊക്കെ വാർത്തകളാണ് ഈ സമയത്ത്. എല്ലാം തകിടം പറയാനായിട്ട് ഒരു നിമിഷം മതി എന്ന് പറയുന്നത് പോലെയാണ്. അതാണ് ഇതാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. അപ്പൊ എന്തായാലും ചേട്ടാ, ഈ JD വാൻസ് ട്രംപിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കരുത് ബ്രോ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ, അത് നമ്മുടെ ചൈനയുമായി ബന്ധപ്പെട്ട. കാരണം ഈ ചൈനയെ അത്ര പെട്ടെന്ന് ഉപരോധിക്കാനോ താരിഫ് ചുമത്താനോ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇപ്പൊ കമ്മികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ട ചൈനയുടെ പവർ കണ്ട. ഇന്ത്യക്ക് 50% താരിഫ് അടിച്ചു തന്നു, ചൈനയ്ക്ക് അടിച്ചു കൊടുക്കാൻ പോയപ്പോൾ ട്രംപിന്റെ മുട്ട് വിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എനിക്കതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി വേണം. JD വാൻസ് ഇപ്പോ ട്രംപിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ട്രംപ് ഇപ്പോ എന്താ പറയുക 90 ദിവസം വീണ്ടും കൂട്ടിക്കൊടുത്തു ചൈനയ്ക്ക്. ഈ താരിഫിന്റെ ഇളവ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. JD വാൻസ് പറയുന്നത് ചൈന പ്രശ്നം വളരെ സങ്കീർണമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയതുപോലെ ചൈനയ്ക്ക് മേലും തീരുവ ചുമത്തുമോ എന്ന ചോദ്യത്തിനോട് അദ്ദേഹം പറഞ്ഞത് ചൈനയുമായി നല്ല ബന്ധമുണ്ട്, ചൈന പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ്, നിരവധി ഉൽപ്പന്നങ്ങളെ അത് ബാധിക്കും, റഷ്യയുമായി അതിന് ബന്ധമില്ല, ട്രംപ് തന്റെ ഓപ്ഷനുകൾ അവലോകനം ചെയ്യുകയാണ്, ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ അറിയിക്കാം എന്ന് പറയുന്നു. എന്താണ് ഇന്ത്യയുടെ ഈ നിലപാട്, ചൈനയോട് വേറൊരു നിലപാട്. പക്ഷെ അപ്പോഴും ട്രംപ് പറയുന്നുണ്ട് നോ നോ നോ, ചൈനയ്ക്ക് നമ്മൾ തീരുവ അടിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ട്രംപ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ട്രംപ് വിചാരിക്കുന്ന കാര്യം നടക്കുന്നില്ല, ബ്രിക്സ് ശക്തിപ്പെടുന്നു. വേറൊരു സ്ഥലത്ത് ചൈനയ്ക്ക് തീരുവ അടിച്ചു കൊടുക്കും എന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപിന് മുന്നറിയിപ്പുമായിട്ട് ആൾക്കാർ വരുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റ്സിന്റെ ഒരു കൂടുതലായിട്ടുള്ള ഇതെന്ന് പറയുന്നത്? രണ്ടും രണ്ടായിട്ട് കാണണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഇന്ത്യ പോലല്ല ചൈന, ചൈന പോലല്ല ഇന്ത്യ. കാരണം അമേരിക്കയിലേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കയറ്റിയേക്കുന്ന രാജ്യമാണ് ചൈന. അവരുടെ 77% കയറ്റുമതി അമേരിക്കയിലേക്കാണ്. അതായത് സായിപ്പ്, അമേരിക്കയിലുള്ള സായിപ്പ് അവന്റെ ഏറ്റവും ചെറിയ സാധനം വാങ്ങുന്നത് ചൈനയുടെയാണ് കൂടുതലും. അതായത് 100 പേര് 100 സായിപ്പം വലിയ 100 അമേരിക്കൻസ് കടയിൽ പോയി സാധനം വാങ്ങിയാൽ അതിൽ 44 പേരും വാങ്ങുന്നത് ചൈനയുടെ ഉൽപ്പന്നമാണ്. അതായത് ചൈനയുടെ ഉൽപ്പന്നമില്ലാതെ അവർക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം ഉണ്ടാകും. ഇപ്പോൾ തന്നെ അവിടെ വിലക്കയറ്റം വലിയ രീതിയിൽ തന്നെ കൂടിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ അതിന്റെ കണക്ക് സഹിതം പറഞ്ഞിരുന്നു.
അതായത് ട്രംപ് ഇപ്പോൾ ഏതാണ്ട് 90 രാജ്യങ്ങൾക്ക് താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ശരാശരി കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 50 ഉം, തന്നിട്ടുണ്ട്, 49, 41 പല രീതിയിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഉം, അതിന്റെ ഒരു ഉം, ശരാശരി എടുത്താൽ 18%, 18.5% വരും. ഈ ഉം, 18% വരുമ്പോൾ $100 കിട്ടിയ സാധനത്തിന് $118 കൊടുക്കണമെന്നാണല്ലോ അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അതെ. സ്വാഭാവികമായും അതിന്റെ ഇടയിൽ വില കുറഞ്ഞ ചൈനീസ് സാധനം കൂടെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാകും. അതാണ് അതിനകത്ത് ഉം, പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഇത് കണക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അമേരിക്ക കയറ്റി അയക്കുന്നില്ല. ഇന്ത്യയിൽ ജംസ ജ്വല്ലറി, തുണിത്തരങ്ങള്, പിന്നെ കുറച്ച് സ്റ്റീലുണ്ട്, അവിടുന്ന് ഇറക്കുമതിയും ചെയ്യുന്നു, ഉം. കയറ്റുമതിയും ചെയ്യുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യം, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗമുണ്ട്, IT രംഗമുണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഈ അമേരിക്കക്കാരന് ഫാർമസ്യൂട്ടിക്കൽസിന് നമുക്ക് അമേരിക്കയ്ക്ക് താരിഫ് അടിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ഒരുപാട് മരുന്നുകൾ അമേരിക്ക ജനങ്ങൾ ആശ്രയിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന് നമുക്ക് താരിഫ് ഏർപ്പെടുത്താൻ പറ്റില്ലേ? ശശി തരൂർ അടക്കം ചോദിച്ചില്ല എന്തുകൊണ്ട് അതിന് താരിഫ് ഏർപ്പെടുത്തിക്കൂടാന്ന്. അല്ല, ഇന്ത്യ ഇപ്പോൾ അത് പരിഗണിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന അമേരിക്കയുമായിട്ടുള്ള ബിസിനസ്സുകളൊന്നായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ. പണ്ട് മുതലേ ഉള്ളതല്ല. പണ്ട് മുതലേ നമുക്ക് അവരുമായിട്ടുള്ളത് സ്റ്റീലും അലുമിനിയമായിരുന്നു. അമേരിക്കയിൽ സ്റ്റീലിനും അലുമിനിയം ആയിരുന്നു. അതിനുൾപ്പെടെ നമ്മൾ പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാത്തിനും ഇല്ല, കുറച്ച് ഉൽപ്പന്നം. അപ്പോൾ ഈ ചൈനയെ പോലെ തന്നെ ഇന്ത്യ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ താരിഫ് ചുമത്തിയാലും ചുമത്തിയില്ലെങ്കിലുമൊക്കെ അമേരിക്കയിലുള്ള പൗരന്മാർക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നും സൃഷ്ടിക്കത്തില്ല. തുണി ഇപ്പം നമ്മുടെ തന്നെ വാങ്ങണമെന്നില്ല. ചൈനയുടെ തുണിത്തരങ്ങൾ അവിടെ എത്തുകയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അവർക്ക് നാണം മറയ്ക്കാൻ പറ്റും. പക്ഷേ ധനുഷ് പറഞ്ഞ ഈ പോയിന്റ്, മരുന്ന്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ എല്ലാവരുടെയും ഒരു ധാരണ അമേരിക്കക്കാരെല്ലാം ഡോളറിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നവരാണെന്നല്ല. കാരണം അവര് സാധാരണപ്പെട്ട അനവധി പേരുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം കൂടിക്കഴിഞ്ഞ് കുടുംബ ബഡ്ജറ്റ് തന്നെ താറുമാറാകുന്ന അനവധി പേരുണ്ട്. ഇപ്പോഴത്തെ ഒരു താരിഫ് അനുസരിച്ചാണെങ്കിൽ $2,500 മിനിമം കൂടുമെന്നാണ് പറയുന്നത് അവിടുത്തെ കുടുംബ ബഡ്ജറ്റിൽ. ഇപ്പോൾ വലിയ പാക്കറ്റുകൾ അമേരിക്കൻസ് പല സ്റ്റോറിൽ നിന്നും വാങ്ങുന്നില്ല, ചെറിയ പാക്കറ്റുകൾ. ഇപ്പൊ തന്നെ അവിടെ ഈ സ്റ്റോക്ക് ഉള്ളത് വാങ്ങി തീർക്കുകയാണ് അവര്. കാരണം ഇനി പുതിയതായിട്ടുള്ള സ്റ്റോക്കുകൾക്ക് വില കൂടും. ആ ഒരു സാഹചര്യമാണ്. അങ്ങനെ വിലക്കയറ്റം അവിടെ വലിയ രീതിയിലേക്ക് അത് പെട്ടെന്ന് തന്നെ അത് ദോഷകരമായി തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ ഇതിനെ കുറച്ചൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ചൈന ഇല്ലാതെ പറ്റില്ല. അതൊരു ന്യായമാണ്. അല്ലാതെ പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിൽ താരതമ്യം ചെയ്യരുത്. കാരണം ഈ ചൈന, നമ്മൾ എപ്പോഴും പറയാം, ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആണ്. കയറ്റുമതിയിലൂടെ മാത്രം ജീവിക്കുന്ന രാജ്യമാണ്. അമേരിക്ക ഇറക്കുമതിയാണ് അവിടുത്തെ ഭൂരിപക്ഷവും. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് കയറ്റി വിടുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ തന്നെ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. ആഭ്യന്തര ആഭ്യന്തര വിപണിയാണ് വിപണി. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആഭ്യന്തര വിപണിയാണ്. അതായത് നമ്മുടെ ഇവിടെ ഒരു 100 സോപ്പ് ഉണ്ടാക്കിയാൽ അതിന് 70 എണ്ണോ 65 to 70 എന്നോ ഇന്ത്യ തന്നെയാണ് വിറ്റുപോകുന്നത്. ബാക്കിയുള്ള 30% അമേരിക്ക, UK, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, പല പല രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതായത് പക്ഷെ ചൈനയിൽ അങ്ങനെയല്ല. അവർ ഉത്പാദിപ്പിക്കുന്ന 100 കാര്യങ്ങളിൽ ഈ 100 സോപ്പാണ് ഉണ്ടാക്കുന്നെങ്കിൽ അത് 77 കയറിപ്പോകുന്ന അമേരിക്കയിലേക്കാണ്. അതാണ് അത്. കാരണം നമ്മൾ ഇവരുമായിട്ട് ഈ അടുത്ത സമയത്താണ് ഈ 18% ബിസിനസ്സിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ അത് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്, ഈ ഫാർമയുണ്ട്, IT ഉണ്ട്. ഈ IT ഒന്നും പണ്ടില്ലായിരുന്നല്ലോ. അതൊക്കെ ഉം. വന്നപ്പോഴാണ് ഈ അടുത്ത സമയത്ത് നമുക്ക് കൂടിയ ഒരു സാധനമാണ്. ഇപ്പൊ അത് കുറഞ്ഞാലും നമ്മുടെ ഒരു രാജ്യത്തിന്റെ രീതി അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ ഇതിന്റെ രീതി അനുസരിച്ച് ഇപ്പോൾ ഇപ്പൊ പലയിടത്തും ടാഗ് ഫിക്സ് ചെയ്യും. ടാഗ് ഇവിടുന്ന് അടിച്ചിട്ടാണ് ഈ തുണിത്തരങ്ങൾ കയറി പോകുന്നത്. അപ്പം ടാഗ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം അവിടുത്തെ ഇത് എടുക്കുന്നവരുണ്ടല്ലോ, അവിടുത്തെ ഒരു ഹോൾസെയിൽ ഡീലർ ഉണ്ടാവുമല്ലോ, നമ്മുടെ തുണി എടുക്കുന്നവര്, അവര് പറയുമ്പോഴാണ് ആ റേറ്റ് ഉൾപ്പെടെയാണ് നമ്മളിവിടെ ടാഗ് ഫിക്സ് ചെയ്യുക. അപ്പൊ ടാഗ് അടിക്കാതെ എല്ലായിടത്തും തുണികൾ ഇരിപ്പുണ്ട്. ഇനി നാളെ ഇതിന് വലിയ താരിഫാണ്, മുമ്പോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യയില്, ഒപ്പം തന്നെ ഈ പറയുന്ന തെക്കൻ അമേരിക്ക, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടത്തേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, അമേരിക്ക കിട്ടുന്ന പൈസ കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. പൈസ കുറയേണ്ടി വരും, ഉം. പക്ഷെ കച്ചവടം കൂടും. അതായത് സിമ്പിൾ ആണ് അതിന്റെ മെത്തേഡ്. അതായത് ഈ ഒരു 10 രൂപയ്ക്ക് ഒരുത്തൻ ഒരു കുപ്പി വെള്ളം വിൽക്കുന്നു, വേറൊരുത്തൻ ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപയാണ് വിൽക്കുന്നത്. ശരിയാണ്, 20 രൂപയ്ക്ക് 5 കുപ്പി വിൽക്കുമ്പോൾ നമുക്ക് ലാഭം വലിയ രീതിയിൽ കിട്ടും, അല്ലേ? പക്ഷെ 10 ഉം. രൂപയ്ക്ക് വിൽക്കുന്നവന് അതൊരു 20 കുപ്പി വിറ്റ് കഴിയുമ്പോൾ നിൽക്കും. അപ്പൊ കൂടുതൽ കച്ചവടം ഈ വില കുറഞ്ഞിടത്തേക്കല്ലേ വരും, സ്വാഭാവികമല്ലേ? ഉം. ഉം. 10 ഉം. രൂപയ്ക്ക് ഉം. വെള്ളം കിട്ടുന്നതിന് കൂടുതൽ കച്ചവടം കിട്ടും. പക്ഷെ അവനത് നാമമാത്രമായ ലാഭമാണ് എടുക്കുന്നെങ്കിൽ കച്ചവടം കൂടുതൽ കിട്ടുന്നുണ്ട്, മറ്റവനെ മറികടക്കാൻ ഈസി ആയിട്ട് പറ്റും. ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ ലോജിക് ഇതിനകത്ത്. അപ്പം ഉം. ഇത് ഒന്ന്, ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ബ്രിക്സിനെ തകർക്കുക എന്നുള്ളതാണ് ഈ പിന്നെ ട്രംപിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പൊ ഞാൻ ഇവിടെ ഉം. വന്നിരിക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഉക്രൈൻ ഇല്ലാതെ ചർച്ച നടത്താൻ പറ്റില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു രാജ്യം അവിടെ ഒപ്പിട്ടിട്ടില്ല, ഹംഗറി ഒപ്പിട്ടിട്ടില്ല. റഷ്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന രാജ്യമാണ് യൂറോപ്യൻ യൂണിയനിലെ ഉം. ഹംഗറി. ഉം. ഉം. അവരതിൽ ഒപ്പിട്ടിട്ടില്ല. അതായത് ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളായി തുടങ്ങി. സെലൻസ്കി ഇല്ലാതെ എങ്ങനെയാണ് ചർച്ച നടത്തുന്നത്? അതല്ല, ഏകപക്ഷീയമായ ചർച്ചകൾ അംഗീകരിക്കത്തില്ലെന്ന് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി അവർ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നത്.
അംഗീകരിക്കില്ല എന്നുള്ളത്. അപ്പൊ തന്നെ ചർച്ച പൊളിയുമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഈ ചർച്ച പൊളിയുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുടിനുമായി സംസാരിച്ച ആദ്യത്തെ 5 മിനിറ്റ് തന്നെ അറിയാം ഇത് തീരുവോ ഇല്ലയോ എന്നുള്ളത്. തീരാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം നിലവിൽ റഷ്യയുടെ പക്കലിരിക്കുന്ന 4 പ്രവശ്യകളാണ്. അതിൽ 2 വിട്ടുകൊടുത്ത് കോംപ്രമൈസിനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷെ അവിടുന്ന് 1 ഇഞ്ച് മണ്ണ് പോലും കൊടുക്കരുതെന്നാണ് സെലൻസ്കി പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സെലൻസ്കിക്ക് ഇന്ത്യയെ വിളിക്കേണ്ടി വന്നത്, മോദിയെ വിളിക്കേണ്ടി വന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം ദൈവത്തിന്റെ ഒരു ഇതുണ്ടെങ്കിൽ മോദിക്ക് തന്നെ തീർക്കേണ്ട ഒരു സാഹചര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നു, റഷ്യ ഉക്രൈൻ വാർ. കാരണം പുടിനുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അപ്പോൾ മറുവശത്ത് സെലൻസ്കി ഈ പതിവില്ലാതെ, കാരണം യുക്രൈൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എക്കാലവും പിരിഞ്ഞു കുത്തിയിട്ടുള്ള രാജ്യമാണ്, ഐക്യരാഷ്ട്ര സഭയിലടക്കം നമ്മൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളിൽ നിന്നൊരു സഹായം അവർ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അതിന്റെ മീഡിയേറ്റർ ആയിട്ട് മോദി വന്നാലും അത്ഭുതപ്പെടാം. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ട്രംപ് അപ്പോൾ തന്നെ കടലിച്ചാടിച്ചാകും. കാരണം നോബലിന്റെ ഒരു വലിയ സാധ്യതയാണ് അവിടെ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സെലൻസ്കി സാധ്യത ഇന്ത്യയിലേക്ക് വരും എന്നുള്ളൊരു റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. മോദിയെ വിളിച്ച് 20 മിനിറ്റിലേറെ ഫോൺ സംഭാഷണം നടത്തിയിട്ട് ഒരുപാട് റഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആശങ്കകൾ പങ്കുവെച്ചു. കൂടുതൽ റഷ്യയുടെ കുറ്റങ്ങളാണ് പറഞ്ഞത്. അപ്പൊ സെലൻസ്കി ഇങ്ങോട്ട് വരാനുള്ളൊരു ശ്രമം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നപ്പോൾ ഇന്നലത്തെ വലിയൊരു ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു അത്. അത് അല്ല, ഇവിടെ അതിന് മുമ്പ് കേട്ടിരുന്നൊരു വാർത്തയാണ്. കാരണം ലോക സമാധാന സമ്മേളനത്തിന് ഇപ്രാവശ്യം വേദി ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ ഇവർ നേരത്തെ കേട്ടിരുന്നതാണ്, ഈ റഷ്യയും സെലൻസ്കിയും ഒക്കെ ഇവിടെ വരും, ലോക നേതാക്കളെല്ലാം വരുമ്പോൾ ആ സമയത്ത് ഇതിന്റെ ഒരു കോംപ്രമൈസ് ചർച്ചകൾ നടക്കും എന്ന് നേരത്തെ നമ്മൾ കേട്ടിരുന്നൊരു കാര്യമാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് പിന്നെ ധനുഷേ. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം അനുഭാവപൂർവ്വം നിന്ന് ഈ താരിഫ് വിഷയത്തിൽ. ഇന്ത്യ ചെയ്യുന്നത് ശരിയത്, അത് അവർക്കെതിരെ താരിഫ് ചുമത്തരുതെന്ന് പറഞ്ഞ് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ വന്നു. കാരണം എന്താണ്? ആ രാജ്യങ്ങളെല്ലാം കൂടാണ് ഇന്നിപ്പോൾ ട്രംപിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്, ഉക്രൈൻ ഇല്ലാതെ നിങ്ങൾ സമാധാന ചർച്ചയ്ക്ക് പോകരുതെന്ന്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ യുദ്ധം മോദിക്ക് തീർക്കേണ്ടതായി വന്നേക്കാം, ഇല്ലെങ്കിൽ മോദി ഇടപെട്ട് തീർക്കേണ്ടതായി വന്നേക്കാം. പക്ഷെ അവിടം വരെ ഒന്നും കാര്യം പോകത്തില്ല. അതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയും. കാരണം നിലവിൽ ഇപ്പൊ ഈ ചൈനയ്ക്ക് താരിഫ് ഇളവ് ചെയ്തല്ല കൊടുക്കുന്നത്, ഒരു ഷോർട്ട് ടൈം കൊടുക്കുക. പക്ഷെ ഇതിനകത്ത് ചൈന എത്രത്തോളം വീഴും എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ട്രംപാണ്, എപ്പോൾ വേണം സ്വഭാവം മാറ്റാം, അതെല്ലാം ലോകത്തിന് മുഴുവൻ അറിയാം. കാരണം ട്രംപിന്റെ വാക്കും പിന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു പണിക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പൊ പറയുന്നതല്ല പുള്ളി പിന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്കത് പറ്റില്ല. അപ്പൊ അത് ചൈനയ്ക്കും വ്യക്തമായി തിരിച്ചറിയാം. കാരണം ചൈനയുടെ ഉള്ളിലുള്ളൊരു വലിയ ലക്ഷ്യമുണ്ട്. ഈ ആഗസ്റ്റ് 15 നടക്കുന്ന ഞാൻ കണക്കൂട്ടുന്നതാണ്, ആ ചർച്ച എങ്ങും എത്തില്ല. ആ ചർച്ച പൊളിഞ്ഞൊടുങ്ങി കഴിയുമ്പോൾ ട്രംപ് ചിലപ്പോൾ ഈ ആവേശത്തിന് യുദ്ധം തന്നെ ചിലപ്പോൾ പ്രഖ്യാപിച്ചെന്നും വരും. യുദ്ധം പ്രഖ്യാപിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇതൊരു വലിയ പ്രശ്നമായി യുദ്ധമായി തന്നെ തീരും. ഈ അവസരത്തിലായിരിക്കും ചൈന തായ്വാൻ അറ്റാക്ക് ചെയ്യും, അവരത് പിടിച്ചെടുക്കും, യാതൊരു സംശയമില്ല. കാരണം 2027 അവർ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക, അതിനകം തായ്വാനെ പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. ഈ ഒരു നല്ല സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനും ഏറ്റുമുട്ടാനുള്ള സാധ്യത ഇപ്പോൾ 99%. നേരത്തെ അത്രയും ഇല്ലായിരുന്നെങ്കിൽ 99% അത് എത്തിയിരിക്കുന്നു. അതൊരു ആത്യന്തികമായി വാറായിട്ട് മാറും. ഇവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കും, ലോകം രണ്ടായിട്ട് തന്നെ തിരിയും. കാരണം അമേരിക്ക ഇപ്പുറത്ത് ബ്രിക്സ് എന്ന് പറയുന്ന, ബ്രിക്സിലേക്ക് എല്ലാവരും എത്തുമെന്നറിയില്ലെങ്കിലും ബ്രിക്സ് പോലെ ഒരു വലിയ സഖ്യം അവിടെ വരും. ഇന്നിപ്പോൾ അമേരിക്കൻസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന RICയെ കുറിച്ചാണ്, റഷ്യ ഇന്ത്യ ചൈന സഖ്യത്തെക്കുറിച്ചാണ്. ഇവിടെ ഇപ്പൊ ഈ ട്രംപ് നടത്തുന്ന ഒരു ഗിമ്മിക്കുണ്ട്. ഈ ഗിമ്മിക്ക് പൊളിക്കാൻ ഇന്ത്യക്ക് 1 നിമിഷം കൊണ്ട് കഴിയും. ഈ പറയുന്ന ഈ കയറ്റുമതി ഉണ്ടല്ലോ, ഇന്ത്യയുടെ വിപണിയുടെ കുറെ ഭാഗം ചൈനയ്ക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരും എല്ലാ കാര്യങ്ങളും. അവന് കൂടുതൽ നോക്കുമ്പോൾ വിശ്വസ്തനായ ഒരു പങ്കാളിയാണ് ഇന്ത്യ. ആ ഇതിലേക്ക് ഈസി ആയിട്ട് കൊണ്ട് ചരക്കിറക്കി അവന് കച്ചവടം ചെയ്ത് പോകാൻ പറ്റും. അത് ഇന്ത്യ ചെയ്യാത്തത് കൊണ്ടാണത്. ചിലപ്പം ഈ പറയുന്ന ചൈനയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു മടിയുമില്ല. അതാണ് വേറൊരു കാര്യം. മൊബൈലൊക്കെ അവരുടെ പോയപ്പോ എന്ത് കരച്ചിലായിരുന്നു ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് അറിയാം, ഈ മാസം ഒടുക്കം ഒന്നും വേണ്ട, ഒരു ചെറിയ നിസ്സാരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പുടിനും പിന്നെ ഷീ ജിൻപിങ്ങും മോദിയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ചൈനയിൽ നിന്ന് പുറത്തു വന്നാൽ ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ലോകത്തില്. അതൊരു വലിയ മുന്നറിയിപ്പ് തന്നെ ആയിരിക്കും. ആ ഒരു ചിത്രം തന്നെ ഒരുപാട് കഥകളും കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതായത് ട്രംപ് ഇപ്പോൾ കളിക്കുന്നത് വെറും ബുദ്ധിശൂന്യത കൊണ്ടുള്ള കളിയാണ്. കാരണം ഇപ്പൊ ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നൽകാൻ ഒന്നും സംഭവിക്കാല്ല. കാരണം നമ്മളെ ഒന്നല്ല, 1971 മുതൽ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. നമ്മൾ ഗതികെട്ട സമയത്ത് ഗോതമ്പ് നൽകാതിരുന്ന രാജ്യമാണ്. നമുക്ക് ആയുധങ്ങൾ നിർണായക സമയത്ത് നമ്മൾ കരാറൊപ്പിട്ട ആയുധങ്ങൾ നൽകാത്ത രാജ്യമാണ്. നമ്മളെ ആക്രമിക്കാൻ 7-ാം കപ്പൽപ്പട വിട്ട രാജ്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ദ്രോഹിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഒന്നാണ് അമേരിക്ക. കാനഡ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഇവരാരും നമ്മുടെ സൗഹൃദ രാജ്യങ്ങളല്ല. ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷെ പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. അപ്പൊ അമേരിക്ക നമ്പിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഭയം പണ്ടുമില്ലായിരുന്നു ഇന്ത്യക്ക്, ഇപ്പോഴൊട്ടും ഇല്ല. അല്ലാതെ അമേരിക്ക ഇപ്പോ താരിഫ് ചുമത്തിയതുകൊണ്ട് ഇന്ത്യ തൊലഞ്ഞു പോകും എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് വെറും ഊളകളുടെ സ്വപ്നം എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. അതിനകത്ത് അപ്പുറമൊന്നുമില്ല. കാരണം യാഥാർത്ഥ്യവും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നമ്മൾ ചുമ്മാതെ എന്തെങ്കിലും ഫാക്ട് ഇല്ലാതെ നമ്മൾ ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയില്ലല്ലോ.
മാധ്യമധർമ്മം എന്ന് പറയുമ്പോൾ അതിന് ഫാക്ട് ഉണ്ടാകണം, ഒരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ആ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു ഒരു കറക്റ്റ് കാര്യം. പഴയ പവർ അമേരിക്കയ്ക്ക് എങ്ങുമില്ല. കാരണം അവരുടെ പവർ, അമേരിക്കയ്ക്ക് പണ്ടത്തെ പവർ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങൾ ഭൂരിപക്ഷം അമേരിക്കയോടൊപ്പം വെല്ലുവിളിച്ച് ഇപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്ന കുഞ്ഞൻ രാജ്യങ്ങളുണ്ട്, ഇല്ലേ? വെനസ്വേല പോലുള്ള രാജ്യങ്ങളുണ്ട്, ക്യൂബ പോലുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ അനവധി രാജ്യങ്ങൾ അമേരിക്ക വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവർക്കൊന്നും കഞ്ഞുപിടിക്കാൻ പോലും ഗതിയില്ലാത്ത രാജ്യങ്ങളാണെന്ന് ആലോചിക്കണം. അവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആഭ്യന്തര വിപണി ഈ ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്, നിങ്ങൾ നമ്മുടെ ഇവിടെ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങൂ എന്നൊരു പരസ്യം അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വാങ്ങുന്ന ഒരു ഉൽപ്പന്നം, നിങ്ങളോട് എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങൾ വാങ്ങുന്ന ഒരു ഉൽപ്പന്നത്തിൽ നമ്മുടെ ഇന്ത്യക്കാരന്റെ വിയർപ്പുണ്ടോ, അവന്റെ കയ്യൊപ്പുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിന് നിങ്ങൾ പൈസ കൊടുക്കുക, നിങ്ങൾ പുറത്തൊന്നും വേണ്ട. ഇപ്പൊ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. പണ്ട് ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, പണ്ട് ഈ ബെൻസ് കമ്പനിക്കാര് മഹാരാഷ്ട്രയില് അവരുടെ കാറിന്റെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി കൊണ്ടുവന്നു. അന്നെങ്ങാണ്ട് ഒരു കോടി രൂപയ്ക്ക് അടുത്തെങ്ങാണ്ട് വില വരുന്ന കാറായിരുന്നു. അതിന് എന്തോ ഒരു നമ്പർ ഉണ്ട് അതിന്റെ, എത്രയാണെന്നറിയില്ല. അപ്പൊ അത് കൊണ്ടുവന്നപ്പം അവര് ചോദിച്ചു, ബെൻസ് കാർ ഇങ്ങനെ വലിയ ഹൈ ക്ലാസ് ടീമുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു വണ്ടിയാണ്, അതിന് കുറെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട് ആ വണ്ടി വാങ്ങുന്നവർക്ക്, അങ്ങനെയൊക്കെയാണ് കമ്പനി ഇറക്കുന്നത്. അന്നത്തെ സമയത്ത് ബെൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ മഹാരാഷ്ട്ര സംഘടിപ്പിച്ചു. അപ്പം ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ ഇന്ത്യയെ കൊണ്ടുവന്നത്? അല്ല, അവരോട് ഒന്ന് കണ്ടോട്ടെ, നമ്മൾ ഇത്രയും വില കൂടിയ കാറൊക്കെ ഇറക്കുന്നുണ്ട്, ഈ കാറ് കാണാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ദിവസം ബുക്കിംഗ് ആയത് 4 കാറ്. അവർ ഒരാഴ്ച ആ ഡെമോൺസ്ട്രേഷൻ നടത്തിയപ്പോൾ 64 കാറാണ് അവർക്ക് ഫുൾ ബുക്കിംഗ് ആയത് ആ ഒരു സമയം കൊണ്ട്. അപ്പോഴാണ് ആ കമ്പനിക്ക് കണ്ണു തള്ളി, ഇത്രയും പൈസ ഉണ്ടോ ഇന്ത്യക്കാരൻ്റെ കയ്യിൽ, ചറവറ വാങ്ങിക്കാണ് ബെൻസ്. ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് ബെൻസ് തട്ടിമുട്ടി നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി. ഒടുവിൽ അത് ടാറ്റയുടെ പ്രൊഡക്ഷനിൽ തന്നെ ഇറങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് അത് മാറി. അങ്ങനെയുള്ള ഒരു ലാൻഡ് റോവർ കണക്ക് നമ്മളെ ഞെട്ടിപ്പിച്ചൊരു കമ്പനി ഇന്ന് ടാറ്റയാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ കൊണ്ടുവന്ന് എന്താണ് പറയുന്നത്. സത്യത്തിൽ ട്രംപ് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ മണലാരണ്യത്തിലേക്ക് മണൽ കയറ്റി വിടരുത്. അപ്പം ഓരോന്നിനും അത് അർഹിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് പണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞതൊക്കെ എന്താണ്, കൊതുകിനെ കൊല്ലാൻ ആരും ആറ്റം ബോംബ് ഉപയോഗിക്കില്ല എന്ന് പറയുന്നതൊക്കെ തന്നെ ഓരോ രാജ്യങ്ങളെയും കൈകാര്യം ചെയ്യേണ്ട രീതിയുണ്ട്. അതനുസരിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പഴയ ആ ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നും കൊണ്ട് ഇനിയുള്ള കാലത്ത് മുമ്പോട്ട് ഒരു രാജ്യത്തിനും പോകാൻ പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? പുട്ടിനേക്കാൾ മൈലേജ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ആരാണ്? ട്രംപിനേക്കാൾ മൈലേജ് ആരാണ് എടുത്തിരിക്കുന്നത്? വ്ളാഡിമിർ പുടിനാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അദ്ദേഹം നാളെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നിലവിൽ ഇന്ത്യയും ചൈനയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടാവും, അവൻ വന്നിട്ട് പോട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല, ഞാനത് തീർക്കാനും മുതൽ എന്റെ ഡിമാൻഡ് ഇതൊക്കെ തന്നെയാണ്, ബാക്കി നിങ്ങളായിക്കോ, നിങ്ങളുടെ പാടായിക്കോ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല പുടിൻ കാല് പിടിച്ച് ട്രംപിന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അബദ്ധ ധാരണയാണ്. ഏതായാലും ഇന്ത്യ മുഖത്തടിച്ചണക്ക് തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഈ സിന്ദൂറിന്റെ ഇടനിലക്കാരില്ല, പിന്നെ ഞങ്ങൾക്ക് ഒരു സഹായം ഒരു ചെയ്തിട്ടുമില്ല, ഞങ്ങൾ റഷ്യയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുകയും എപ്പോഴും റഷ്യയുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു പങ്കാളിയാണ്. 71 അമേരിക്ക തന്ന ഏറ്റവും വലിയ പണി കൊണ്ടാണ് നമ്മൾ ഇന്ന് റഷ്യയുമായി ഏറ്റവും കൂടുതൽ അടുക്കേണ്ടി വന്നത്. അതാണ് അതിനകത്ത് വലിയ രസം. അന്നും അവരായിരുന്നു നമ്മളെ സഹായിച്ചതും രക്ഷിച്ചതെന്നൊക്കെ. അപ്പൊ റഷ്യയെ വിട്ടിട്ടൊരു കളിയില്ല. അത് നാഴേക്ക് 40 വട്ടം പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത് എങ്ങനെ തീരും എന്നുള്ളത്. ഞാൻ മുമ്പ് പറയുന്നതൊക്കെ തന്നെ ഇദ്ദേഹം ഒരു അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തുവിന്റെ ആദ്യത്തെ നല്ല നളിന കാലഘട്ടങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് അദ്ദേഹം തന്നെ വിതച്ച് കൊയ്യുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ ലോകത്തെങ്ങും ഒരു യുദ്ധാന്തരീക്ഷം തന്നെയാണ്, ഒരു സമാധാന അന്തരീക്ഷവും മറ്റൊന്നുമില്ല. എപ്പോഴും വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നു. ഏതായാലും ട്രംപിനെ ബ്രിക്സിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഈ പറയുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ചൈന, റഷ്യയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ നിസ്സാരമായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇതൊക്കെ അമേരിക്കയിലെ ബുദ്ധിയുള്ളവർ തന്നെ ട്രംപിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ കളിക്കുന്നത് ഈ കളിയാണ് എന്നുള്ളത്. പക്ഷെ ട്രംപിന് മാത്രം അത് കാര്യം മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഭാവിയിൽ മനസ്സിലാകുമായിരിക്കാം.